ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ലക്ഷ്മിപ്രിയ. ഓണക്കാലത്തിൻ്റെ തിരക്കുകളും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞ് പഠനത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് അല്ലേ? അതോടൊപ്പം തന്നെ നമ്മുടെ സെറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേർ തീർച്ചയായിട്ടും സെറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. മലയാളം സെറ്റ് എക്സാം ക്ലിയർ ചെയ്തവർക്ക് ഇത്തവണ ഒരു വലിയ അവസരമാണ് മുൻപിൽ കാത്തിരിക്കുക. എന്താണത്? നിങ്ങൾക്കറിയാം, നമ്മുടെ HSST മലയാളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു സമയമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ, ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ തീർച്ചയായിട്ടും HSST മലയാളം നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്തവണ സെറ്റ് ക്ലിയർ ചെയ്തവർക്ക് തീർച്ചയായിട്ടും അവരുടെ മുൻപിൽ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും സഹായകമായ ഒരു വലിയ അവസരം വന്ന് നിൽക്കുകയാണ്. ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ HSST മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മെൻറ്റർഷിപ്പോട് കൂടി റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ HSSTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ഈ ഒരു ഓണക്കാലത്ത് HSST മലയാളം പഠിച്ചു തുടങ്ങുന്ന നമ്മൾ തീർച്ചയായിട്ടും കേരള ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? നമുക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചവിട്ടി താഴ്ത്താൻ തല കുനിച്ചു കൊടുക്കുക മാത്രമല്ല, ചില സമയത്തൊക്കെ നമ്മൾ ഉയർന്നു നിൽക്കണം, ആത്മാഭിമാനത്തോടെ നിൽക്കണം എന്നുകൂടി പറഞ്ഞു തരുന്ന നമ്മുടെ കേരളത്തിലുള്ള ജനതയെ ആദ്യമായിട്ട് സംഘടിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമരത്തെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുക. എന്താണ്? ചാന്നാർ കലാപം. നമ്മൾ നമ്മുടെ ഡിഗ്രി കാലങ്ങളിലും PG കാലങ്ങളിലും ഒക്കെ പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്. കേരള ചരിത്രം പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ പഠിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് ചാന്നാർ കലാപം. നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താണ്? കുറേയധികം പേരുകൾ ചാന്നാർ കലാപത്തിനുണ്ട് അല്ലേ? മേൽശീല കലാപം എന്നറിയപ്പെടാറുണ്ട്. അതുപോലെ മുലമാറാപ്പ് വഴക്ക്, ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം, നാടാർ ലഹള എന്നിങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തെ മുഴുവൻ, കേരളത്തിലെ ഏകദേശം ഒരു 3.5 പതിറ്റാണ്ടോളം വരുന്ന കാലഘട്ടത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ, കേരള ചരിത്രത്തിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു സമരം തന്നെയാണ് ചാന്നാർ ലഹള. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. നോക്കിക്കേ, കീഴാളരുടെ ആദ്യത്തെ സംഘടിത സമരമാണ് ചാന്നാർ ലഹള. മറന്നു പോകരുത് കേട്ടോ. കീഴാളരുടെ ആദ്യത്തെ സംഘടിത സമരമാണ് ചാന്നാർ ലഹള. ഇത് നടന്നത് തെക്കൻ തിരുവിതാംകൂറിലാണ്. നമ്മുടെ കേരളത്തിൽ പണ്ട് കാലത്ത് ഈ ജാതീയത അത്രയും ശക്തമായി നിലനിന്നിരുന്ന ഒരു സമയത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിൽപ്പെടുന്ന, നാടാർ എന്നും അറിയപ്പെടുന്ന ആ ഒരു ജനസമൂഹം അവർ അനുഭവിച്ചിരുന്ന ഒരുപാട് തരത്തിലുള്ള അടിച്ചമർത്തലുകളും അതുപോലെ തന്നെ ചവിട്ടിയരക്കലുകളും ഒക്കെ കണ്ട് മനം മടുത്ത് പതുക്കെ പതുക്കെ ക്രിസ്ത്യൻ മിഷണറിമാരുടെയൊക്കെ ഒരു കടന്നവരോട് കൂടിയിട്ട് ക്രിസ്തു മതത്തിലേക്കൊക്കെ മതം മാറുന്ന ഒരു കാഴ്ച നമ്മൾ നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലേ? ഈ ഒരു മതം മാറ്റത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേതോവികാരം എന്ന് പറയുന്നത് അവരുടെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പലപ്പോഴും സവർണ സ്ത്രീകളെ പോലെ മാറുമറയ്ക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ ഒന്നും അവർണ വിഭാഗത്തിൽപ്പെട്ടിരുന്ന സ്ത്രീകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ മതപരിവർത്തിതരായിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവരും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ പോലെ മേൽവസ്ത്രം ധരിക്കാനായിട്ട് തുടങ്ങി. അത് ഹിന്ദുമതത്തിലുള്ള സവർണ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒട്ടും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവും? അതിനെതിരെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഈ തിരുവിതാംകൂറിൽ തുടക്കം കുറിച്ച ഒരു സമരമാണ്. അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുമതം സ്വീകരിച്ച ചാന്നാട്ടുകൾ അല്ലെങ്കിൽ നാടാർ സ്ത്രീകൾ സവർണ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് സവർണ വിഭാഗത്തിനുള്ളിൽ വലിയൊരു മുറുമുറുപ്പുണ്ടാക്കുകയും പതുക്കെ അതിനെതിരെ കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുകയും ചെയ്തു. 1822 മേൽമുണ്ട് ധരിച്ച സാറ എന്ന് പറയുന്ന ഒരു ചാന്നാർ സ്ത്രീക്കെതിരെ അന്നത്തെ പേഷ്കാരായിരുന്ന ശങ്കുണ്ണി മേനോൻ നടപടി എടുക്കുന്നുണ്ട്. ഈ നടപടി എടുത്തത് അന്ന് കേരളത്തിലുണ്ടായിരുന്ന ചാന്നാർ വിഭാഗത്തെ, പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിലുള്ള ചാന്നാർ വിഭാഗത്തെ ഒരുമിച്ച് നിർത്താനും അതുപോലെ തന്നെ ഈ നടപടിക്കെതിരെ സംഘടിതമായിട്ട് സമരം ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാനായിട്ട് തുടങ്ങി തെക്കൻ തിരുവിതാംകൂറിൽ. ആ ഒരു സമയത്താണ് ഈ ദിവാൻ പേഷ്കറുടെ നടപടി, സാറ എന്ന ആ ഒരു ചാന്നാർ സ്ത്രീക്കെതിരെയുള്ള ആ ഒരു നടപടി അദ്ദേഹം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ആ ഒരു ഒന്നാം ഘട്ടം ചെറിയ ചില പ്രശ്നങ്ങൾ, ചെറിയ ചില ലഹളകളൊക്കെ ആയിട്ട് അവിടെ അങ്ങോട്ട് അവസാനിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 1822 എന്ത് തുടങ്ങുന്നത്? നമ്മുടെ ചാന്നാർ ലഹള തുടങ്ങുന്നത്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക കേട്ടോ. തെക്കൻ തിരുവിതാംകൂറിലാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകളെ സവർണ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, എല്ലാ ചാന്നാർ സ്ത്രീകളും അല്ല, മതപരിവർത്തിതരായിട്ടുള്ള ചാന്നാർ സ്ത്രീകൾ സവർണ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയതിനെതിരെ പേഷ്കാരായിരുന്ന ശങ്കുണ്ണി മേനോൻ നടത്തിയ ഒരു നിയമ നടപടിയും അതിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട ലഹളയുമായിട്ടാണ് നമ്മുടെ ചാന്നാർ കലാപം തുടങ്ങുന്നത്. 1822 എന്നുള്ള കാര്യം മറന്നുപോകരുത്, ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ നോക്കിക്കേ, അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എന്താണ്?
പൂതത്താൻകുട്ടി ചാന്നാൻ, ഇശക്കി ചാന്നാട്ടി, ഇവർ രണ്ടുപേരും ഈ മതപരിവർത്തിതരായിട്ടുള്ള ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരായിരുന്നു പൂതത്താൻകുട്ടി ചാന്നാനും ഇശക്കി ചാന്നാട്ടിയും. ഇവർ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ക്രിസ്തുമതത്തിലുള്ള സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് പോലെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാനായിട്ട്, അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കാനായിട്ട് തുടങ്ങി. അവരുടെ മാറുമറച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു കാര്യം അവരുടെ യജമാനനായിരുന്ന മാടൻ പിള്ള എന്ന് പറയുന്ന അവരുടെ യജമാനനായിരുന്ന ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഇവരോട് അതിനെക്കുറിച്ച് ചോദിക്കുകയും ഈ ഇശക്കി ചാന്നാട്ടിയും അതുപോലെ പൂതത്താൻകുട്ടി ചാന്നാനും കൂടി മാടൻ പിള്ളയോട് തർക്കിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തു. ഇതും ഈ സവർണരെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതോടുകൂടി വീണ്ടും 1822 തുടങ്ങി ഒടുങ്ങിപ്പോയ നമ്മുടെ ചാന്നാർ ലഹള എന്ത് ചെയ്യാണ്? വീണ്ടും വളരെ ശക്തമായിട്ട് വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. മാടൻപിള്ള അവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? മാറുമറച്ചാൽ ജാതി തിരിച്ചറിയാതാകും എന്നാണ് മാടൻപിള്ള പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ഈ ഒരു ജാതി ബോധം ഒരു വലിയ ജീർണതയായിട്ട് നിലനിന്നിരുന്നു എന്ന് നമുക്ക് ഈ മാടൻപിള്ളയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാകും അല്ലേ? അപ്പോൾ ജാതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാറുമറയ്ക്കാതിരിക്കണം എന്ന് പറയുന്ന മാടൻപിള്ളയെ നമ്മുടെ പൂതത്താൻകുട്ടി ചാന്നാനും ഇശക്കി ചാന്നാട്ടിയും ഒക്കെ അതിശക്തമായിട്ട് തന്നെ എതിർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കൽക്കുളം ചന്തയിൽ കുറേയധികം ചാന്നാർ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ച് ചെല്ലുകയും അവിടെ വെച്ചിട്ട് കൽക്കുളം ചന്തയിൽ വെച്ചിട്ട് ചാന്നാർ സ്ത്രീകളുടെ ബ്ലൗസ് വലിച്ചു കീറുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും ചാന്നാർ ലഹളയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏട് തന്നെയായിരുന്നു. അപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന കേണൽ മൺറോ ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീകൾക്കും ധരിക്കുന്ന വസ്ത്രം പോലെ, അവർ മേൽവസ്ത്രം ധരിക്കുന്നത് പോലെ ചാന്നാർ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. ദിവാൻ വെങ്കിട്ടറാവു പക്ഷേ ഇതിനെ ഒട്ടും അനുകൂലിക്കുന്നില്ല. ദിവാൻ വെങ്കിട്ടറാവു അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് റീഡ് സായിപ്പ് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. മദിരാശി ഗവർണറും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളവരിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം റീഡും മദിരാശി ഗവർണറും ഒക്കെ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. കേണൽ മൺറോ ചാന്നാട്ടികൾക്ക് അങ്ങനെ വസ്ത്രം ധരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന പേഷ്കാർമാരും ദിവാൻമാരും ഒന്നും ഇതിനെ ഒട്ടും അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടവും കഴിഞ്ഞു പോയി. മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും റൗക്കയ്ക്ക് മുകളിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്. നമ്മൾ തൊട്ടു മുൻപ് കണ്ടിരുന്നു, കേണൽ മൺറോ മേൽവസ്ത്രം ധരിക്കാം, റൗക്ക ധരിക്കാം എന്നുള്ള ഒരു അനുമതി ചാന്നാർ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പം ദിവാനും പേഷ്കർമാരും ഒന്നും സമ്മതിച്ചില്ലെങ്കിൽ പോലും അത് നിയമപരമായിട്ട് ആ ഒരു അനുമതി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ റൗക്ക ധരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മേൽമുണ്ട് ധരിക്കാനായിട്ട് അനുമതി ഉണ്ടായിരുന്നില്ല. ചാന്നാർ ലഹളയുടെ മൂന്നാം ഘട്ടത്തിൽ മേൽമുണ്ട് കൂടി ധരിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. അപ്പം അങ്ങനെ റൗക്കയ്ക്ക് മുകളിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമരം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷെ കേണൽ മൺറോ റൗക്ക ധരിക്കാം, പക്ഷെ മേൽമുണ്ട് ധരിക്കണ്ട എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സവർണരെ പൂർണ്ണമായിട്ടും പിണക്കിക്കൊണ്ട് ഒരു നിലനിൽപ്പ് ബ്രിട്ടീഷ് അധികാരികൾക്ക് പോലും സാധ്യമല്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ റൗക്ക ധരിക്കാൻ മേൽമുണ്ട് വേണ്ട എന്നൊരു നിലപാടാണ് അവിടെ മൺറോ സ്വീകരിച്ചത്. പിന്നീട് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ, ഇത് തെക്കൻ തിരുവിതാംകൂറിലാണ് ആരംഭിച്ചത്, പക്ഷേ അവിടെ നിന്നൊക്കെ മാറി പിന്നെ വടക്കൻ കേരളത്തിലേക്ക് കൂടി പടർന്നു പിടിക്കുന്ന രീതിയിൽ ഈ ഒരു കലാപം വളർന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ഈഴവ സ്ത്രീയുടെ വസ്ത്രം അധികാരി കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ഒരാൾ വലിച്ചു കീറുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിനെ തുടർന്നിട്ട് ഇസ്ലാം മത വിഭാഗത്തിലുള്ളവർ സംഘടിക്കുകയും അവിടെ ഈ കപ്രാട്ട് കൃഷ്ണപ്പണിക്കരുടെ ഒരു കൊലപാതകത്തിലേക്ക് തന്നെ ഈ സംഭവങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. പിന്നെ അഞ്ചുതെങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും അഞ്ചുതെങ്ങിൽ യൂറോപ്യൻ കുടുംബത്തിലെ ഒരു പരിചാരകയായിരുന്ന ഒരു സ്ത്രീ യൂറോപ്യൻ രീതിയിൽ അല്ലെങ്കിൽ ഈ സവർണ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് പോലെ മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കണ്ട ആറ്റിങ്ങൽ റാണി ആ മേൽവസ്ത്രം അഴിച്ചു മാറ്റാനായിട്ട് ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും തെക്കൻ തിരുവിതാംകൂറിൽ ആരംഭിച്ച് പിന്നീട് കേരളത്തിൻ്റെ പലയിടങ്ങളിലും മേൽവസ്ത്രം ധരിക്കാനായിട്ട് സ്ത്രീകൾ, അവർണ വിഭാഗത്തിലുള്ള സ്ത്രീകൾ ശ്രമിക്കുകയും അതിനെതിരെ ഈ സവർണരുടെ നേതൃത്വത്തിലുള്ള എതിർപ്പുകൾ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ഇവർ തമ്മിൽ, ഈ സവർണ അവർണ വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇനി നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു സ്ത്രീയുടെ ബ്ലൗസ് ധരിച്ചു വരുന്ന ഒരു സ്ത്രീയുടെ ബ്ലൗസ് വലിച്ചു കീറി, അതുപോലെ കുമാരപുരത്ത് സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്ന ഒരു സംഭവം ഉണ്ടായി.
അതുപോലെ കളിയിക്ക വിളയിലെ ചാന്നാട്ടിമാർ അഭയം പ്രാപിച്ച ഒരു പള്ളി. ചാന്നാട്ടിമാർ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന, മേൽവസ്ത്രം ധരിക്കുന്ന സമയത്ത് അവരെ വളരെ ശക്തമായ രീതിയിൽ ആക്രമിക്കുകയും അവരെ ഒരു പള്ളിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തപ്പോൾ ആ പള്ളി സവർണർ കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. 1855 ആയപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ വളരെ വളരെ രൂക്ഷമാവുകയും ഇതിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അധികാരികളുടെ ഇടപെടൽ അത്യാവശ്യമാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സമയത്ത് മദ്രാശി ഗവൺമെൻറ്റിന് ഈ നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ഒരുപാട് പേർ ചേർന്നിട്ട് എന്ത് ചെയ്തു, ഒരു നിവേദനം നൽകുന്നുണ്ട്. 1859 കുപ്പായവും മേൽമുണ്ടും ധരിച്ച ചാന്നാട്ടുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. നാഗർകോവിലിലെ നാഗലിംഗം പിള്ളയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ ചാന്നാർ വിഭാഗത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ചിന്നനാടാരുടെ നേതൃത്വത്തിൽ സംഘടിച്ച ചാന്നാന്മാരെല്ലാവരും കൂടി സംഘടിച്ച് ഇതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി തന്നെ നടത്താനായിട്ട് തുടങ്ങി. ബ്രിട്ടീഷുകാർ മദ്രാശി ഗവർണറുടെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അതൊരു പരാതിയായിട്ട് നൽകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തിരുവിതാംകൂർ റെസിഡൻ്റ് ആയിരുന്ന കല്ലൻ നാട്ടാചാരങ്ങളെ മാനിക്കണം. നാട്ടാചാരം എന്താണ്? ഈ സവർണ സ്ത്രീകൾ മാത്രമാണ് മേൽവസ്ത്രം ധരിച്ച് അവരുടെ മാറു മറയ്ക്കുക. അവർണ സ്ത്രീകൾക്ക് അതിനുള്ള അധികാരമില്ല. അതാണ് പരമ്പരാഗതമായിട്ട് ഇവിടെ നടന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. അതിനെ മാനിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറുടെയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും ഒക്കെ ആവശ്യങ്ങളെ തള്ളുന്ന ഒരു കാഴ്ച ആരാണ്? റെസിഡൻറ്റ് കല്ലൻ, തിരുവിതാംകൂർ റെസിഡൻ്റ് ആയിരുന്ന കല്ലൻ എന്ന് പറയുന്ന ആള് അതിനെല്ലാം തള്ളുന്ന, അതിനെല്ലാം എതിർക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. നാട്ടാചാരങ്ങൾ മാനിക്കണം എന്നാണ് അദ്ദേഹം പറയുക. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഒരു വിളംബരത്തോട് കൂടിയിട്ടാണ് ഏറ്റവും അവസാനം ഈ ഒരു വലിയ കലാപം അവസാനിക്കുന്നത് നമ്മൾ കാണുക. തിരുവിതാംകൂർ മഹാരാജാവ് അക്കാലത്ത് ഉത്രം തിരുനാളായിരുന്നു. ഉത്രം തിരുനാൾ 1859 ജൂലൈ 26 ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. 1822 തുടങ്ങിയ ചാന്നാർ ലഹള അവസാനിക്കുന്നത് 1859 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രം തിരുനാളിൻ്റെ ആ ഒരു വിളംബരത്തോട് കൂടിയിട്ടായിരുന്നു. ക്രിസ്തുമതം സ്വീകരിക്കാത്ത ചാന്നാട്ടുകൾക്കും റൗക്കയും മേൽമുണ്ടും ധരിക്കാം എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവ്. അക്കാലം വരെ എന്തായിരുന്നു? ക്രിസ്തുമതം സ്വീകരിച്ച അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച ചാന്നാർ സ്ത്രീകൾ മാത്രമായിരുന്നു മേൽവസ്ത്രം ധരിച്ചിരുന്നത്. അങ്ങനെയല്ലാത്ത ഹിന്ദു മതത്തിൽ തുടരുന്നവർക്ക് കൂടി മേൽവസ്ത്രം ധരിക്കാം എന്നുള്ള ഒരു ഉത്തരവ് നമ്മുടെ ഉത്രം തിരുനാൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? സവർണറിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ മേൽമുണ്ട് ധരിക്കണം. സവർണർ മേൽമുണ്ട് ധരിക്കുന്നത് പോലെ ആവരുത് മേൽമുണ്ട് ധരിക്കരുത്. ആ ഒരു ജാതി വ്യത്യാസം തിരിച്ചറിയുന്ന രീതിയിൽ 2 രീതിയിലാവണം മേൽവസ്ത്രം ധരിക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ മദ്രാസ് ഗവർണറായിരുന്ന സർ ചാൾസ് ടി വില്യംസ് ഇതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജാതി വ്യത്യാസം എടുത്തു കാണിക്കുന്ന തരത്തിൽ വസ്ത്രധാരണം കൊണ്ടുപോകേണ്ടതില്ല എന്നും സവർണ സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ മേൽവസ്ത്രം ധരിക്കാൻ അവർണ സ്ത്രീകൾക്കും കഴിയും എന്നും ആര് പറഞ്ഞു? നമ്മുടെ ചാൾസ് ടി വില്യംസ് പറയുകയും അതിനെ തുടർന്ന് ഈ ഒരു വലിയ പ്രശ്നം അവസാനിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ വസ്ത്രം ധരിക്കാനുള്ള, എല്ലാവർക്കും ഒരുപോലെ അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിവർന്നു നിൽക്കാനുള്ള ഒരു അവകാശം നൽകിക്കൊണ്ട് നമ്മുടെ ചാന്നാർ ലഹള അവസാനിക്കുകയാണ്. 3.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു സമരമായിരുന്നു. 1822 തുടങ്ങിയത്. 1859 അവസാനിച്ചത്. ഇത്രയുമാണ് നമുക്ക് ചാന്നാർ ലഹളയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇതുപോലെ നമുക്ക് നമ്മുടെ കേരള ചരിത്രത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, ചാന്നാർ ലഹള എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് അല്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, പിന്നെ ഓരോരോ സമുദായ സംഘടനകൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ, നവോത്ഥാന നായകന്മാർ, അങ്ങനെ കേരള ചരിത്രം തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം മറ്റൊരുപാട് വിഷയങ്ങളും പഠിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ നമ്മുടെ HSSTയുടെ സിലബസ് മാറുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലും അങ്ങനെയുള്ള ഒരു ഭയമൊക്കെ ഉണ്ടാകാം അല്ലേ? നമുക്കറിയാം. പക്ഷെ നമ്മുടെ മലയാളത്തിൽ സിലബസ് മാറുകയാണെങ്കിൽ എന്താണ് മാറുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇനി ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ സിലബസ് മാറുമോ, മാറിയാലും മാറ്റമില്ലാതെ നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് 31 കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ HSST എക്സാം എഴുതാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് സിലബസ് അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. നമ്മുടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും.
ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ഇപ്പം തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബിനാർ രജിസ്റ്റർ ചെയ്യുക. തീർച്ചയായിട്ടും വെബിനാറിൽ പങ്കെടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്